ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയെക്കുറിച്ച് തന്നെയാണ്. കാരണം നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു പങ്ക് വഹിക്കുന്ന ഇന്ന് സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം നേരം വെളുത്താൽ നമ്മളെല്ലാവരും ചില ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നതിന് ഇപ്പം മുഖമൊക്കെ മിനിക്ക് നമുക്കൊന്ന് സെൽഫി എടുത്ത് നോക്കാൻ വയ്ക്കും. അന്നേരം വേറെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വരെ അറിയാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയായി മാറിയിരിക്കുന്നത്. സീരിയസ്ലി പറയാം. കാരണം അത് പറയാൻ കാരണമുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി ഇങ്ങനെ ഫോട്ടോ ഇട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പം ഒരു ദിവസം ഫോട്ടോ ഉണ്ടെങ്കിൽ പുള്ളിക്ക് മെസ്സേജ് അയക്കുക, എന്താ സൈന്ധവി ഇന്ന് ഫോട്ടോ ഇടാഞ്ഞത്? ഞാൻ ആലോചിക്കാതെ അങ്ങനെ ഈ പുള്ളി അറിയാൻ ഞാൻ ഫോട്ടോ, കാരണം പുള്ളി ഡെയിലി കാണുന്നു, എൻ്റെ സെൽഫി ചെല്ലുന്നത് പുള്ളി കാണുന്നതാണ്. അതുകൊണ്ട് പുള്ളിയാരെ ചോദിച്ചത്. അത് ഞാൻ ആലോചിച്ചത്, ജീവിതത്തിൽ മനുഷ്യർക്ക് നമ്മൾ എന്ത് ചെയ്താലും പെട്ടെന്ന് അവർക്ക് അറിയാൻ പറ്റുമല്ലോ. ഇല്ലെങ്കിൽ നമ്മുടെ സെൽഫി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കും. നമ്മളിവിടെ ഇല്ലേ, പുറത്തെവിടെയെങ്കിലും പോയോ, ഇല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ചോദിക്കും നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കും. അങ്ങനെ പല ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ സോഷ്യൽ മീഡിയ നമ്മുടെ അപ്ഡേഷൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് നമ്മളോട് സംസാരിക്കുന്ന പല ആൾക്കാരും. അതൊരു കണ്ടിട്ടാണ് ചോദിക്കുന്നത്. അതൊരു തെറ്റായ കാര്യമല്ല. ഏറ്റവും നമ്മൾ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു വലിയൊരു ഘടകം തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ. ഉറപ്പായിട്ടും പറയണം. കാരണം ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ദൈവമേ, ഞാനിങ്ങനെ സ്ഥിരം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയ്യോ ദൈവം എന്ത് പാടാണ്. പണ്ട് പാടാന്ന് അറിഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചില്ല. പിന്നെ ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് പാടാണ് വീഡിയോ ചെയ്യാൻ. ഇങ്ങനെ എത്ര പ്രാവശ്യം ഒരു സംസാരം നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് എൻ്റെ സംസാരം പോവാറുണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യം വീണ് ടേക്ക് എടുത്ത് പിന്നെയും സംസാരിച്ച് പിന്നെയും ഷൂട്ട് ചെയ്ത് അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം ഈ സംസാരിക്കുന്ന സമയത്ത് ഈ വള്ളി വീഴുമല്ലോ, വായിൽ ഇങ്ങനെ വീഴാറുണ്ടല്ലോ. അതെല്ലാം മാറ്റി നീറ്റായിട്ട് വരുന്ന വീഡിയോ. അന്ന് എത്ര പ്രാവശ്യം ഞാൻ സത്യം പറയാം നിങ്ങളടുത്ത്, ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും വീഡിയോ എടുത്തിട്ടാണ് ഞാൻ അതിൽ ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത്. കാരണം അയ്യോ എന്തെങ്കിലും മിസ്റ്റേക്ക് അപ്പം അത് കട്ട് ചെയ്ത് അടുത്തൊരു വീഡിയോ എടുക്കും, ആദ്യം മുതൽ എടുക്കും. അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ദൈവം എനിക്കിതൊന്നും പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഒരു കാര്യം ഇങ്ങനെ തുറന്ന് ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്ന വ്യക്തിയല്ല ഞാൻ. എനിക്ക് ബോറടിക്കും. അതുപോലെ എൻ്റെ ബ്രദറിനും ആ ക്യാരക്ടറുണ്ട്, അവനും ബോറടിക്കും. ഒരു കാര്യം തന്നെ സ്ഥിരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവിടുന്ന് തൃപ്പൂണിത്തറയിൽ നിന്ന് മാറി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഷോപ്പിൽ പോകുന്ന മോനൂസ് പോയാൽ മതിയല്ലോ. അതൊരു ഞങ്ങൾ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ താമസ സമയത്ത് ഞങ്ങൾ ഓടി വന്നാൽ പെട്ടെന്ന് എനിക്ക് പോയിട്ട് ചോറ് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നതേ. പക്ഷേ ഇതങ്ങനെ പറ്റാത്തതുകൊണ്ട് മോനൂസ് പറഞ്ഞു, കുഞ്ഞാവൻ ഞാനില്ലാത്ത സമയത്ത് ഷോപ്പിൽ വന്നാൽ മതി, ഇല്ലാത്തവൻ വീട്ടിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓൺലൈനിൽ കൂടെ ചെയ്യുന്നുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്തിൽ മോർണിംഗ് രാവിലെ 9 മണിക്ക് മോനൂസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഫ്രീ ആണ്. പിന്നെ എനിക്ക് കറക്റ്റ് ഒരു 11:30 ആകുമ്പോഴത്തേക്ക് കിച്ചണിൽ കയറി ജോലി ചെയ്താൽ മതി. അന്നേരം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുകൂടാ. ആ സമയത്താണ് ഞാൻ അത്രയും ഡിപ്രഷനും അടിച്ച് ടെൻഷൻ അടിച്ചിട്ട് സമയത്താണ് ഞാൻ വിചാരിച്ചത്, എന്നാൽ എൻ്റെ കാര്യങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ എന്താണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പക്ഷേ അതെന്നെ നിങ്ങൾ 2 കൈയും കൂട്ടിയാണ് എൻ്റെ കൂട്ടുകാരെന്നെ സ്വീകരിച്ചത്, എൻ്റെ ഒപ്പം നിന്നത്. കാരണം അതെനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പറയാതെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ ഇരിക്കത്തില്ല. സത്യമായിട്ടും പറയാം, ടെൻഷൻ അടിച്ച് എവിടെയെങ്കിലും കരഞ്ഞു ഒഴിച്ചൊക്കെ കുത്തിയിരിക്കുന്ന ഒരാളെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പഠിച്ച്. പണ്ട് ഞാൻ ഇത്രയും സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു. ഇന്ന് ഞാൻ ഓരോ ആൾക്കാരെടുത്തും നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിച്ചത് നിങ്ങൾ കാരണമാണ്. കാരണം നിങ്ങൾ എൻ്റെ എന്ത് പൊട്ടത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അതെനിക്കൊരു ധൈര്യം തന്നു, എനിക്കൊരു ആത്മബലമാണ് എൻ്റെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എന്നിലേക്ക് പകർന്നു തന്നത്. അത് ഞാൻ പറയാതെ പറ്റത്തില്ല കേട്ടോ, സീരിയസ്ലി പറയാം. ഇല്ലെങ്കിൽ ഒരിക്കലും സൈന്ധവി ഇങ്ങനെ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കാനോ ഒന്നും നിൽക്കത്തില്ല, ഒന്നും. കാരണം എനിക്കറിയാമെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യർക്കും അറിയില്ല. എനിക്ക് ഒരു കാര്യം തന്നെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കാനോ അങ്ങനെയുള്ള ഒന്നും പറ്റാത്തൊരു വ്യക്തിയാണ്. ഈവൺ ഞാനൊരു വീട്ടിൽ തന്നെ ജോലി സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പറ്റത്തില്ല. അയ്യോ എനിക്കിതിങ്ങനെ സ്ഥിരം ചെയ്യാൻ പറ്റില്ല. എനിക്ക് ജോലികൾ മാറി മാറി ചെയ്യണം. പിന്നെ ഞാൻ ഇത്രയും വർഷം ഷിപ്പിംഗ് കമ്പനി ജോലി ചെയ്തെന്ന് എങ്ങനെയെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ദൈവമേ. കാരണം അത് വേറെ വഴിയില്ല. കാരണം അവിടെ ചെയ്തേ പറ്റൂ. ഒരു വിസ അടിച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്ത് നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെ അടങ്ങി ഒതുങ്ങി നിന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പോയി ഈ ജോലി ഇട്ടേച്ച് പോകണം, വേറെ ജോലി തിരക്കണം. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അതും നടത്താറുണ്ട്. പക്ഷെ നമ്മുടെ സാലറി ആ സാലറിയായിട്ട് ചേർന്ന് പോകാത്തതുകൊണ്ട് പലതിൽ നിന്ന് ഞാൻ പിന്മാറി വന്നിട്ടുമുണ്ട്. ഉള്ള സത്യം പറയാനല്ല, ആ ഒരു ക്യാരക്ടർ എന്നിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങളോട് പറയുമ്പം നിങ്ങളത് എങ്ങനെ എന്നെ ഏറ്റെടുക്കുമെന്ന് എനിക്ക്
ഒരിക്കലും ഒരു നല്ല രീതിയിൽ എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. പക്ഷേ എന്നെ നിങ്ങൾ 2 കൈ കൊണ്ടും സ്വീകരിച്ചു. നിങ്ങളൊരാളായിട്ട് എന്നെ മനസ്സിലാക്കി. എൻ്റെ ഒപ്പം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഒപ്പം നിന്ന്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ സോഷ്യൽ മീഡിയ. അതായത് എനിക്ക് നമ്മുടെ യൂട്യൂബ് വഴി കിട്ടിയത്. പിന്നെ ഫേസ്ബുക്ക് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, വർഷങ്ങളായിട്ട്. പക്ഷെ അത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. കാരണം പല ഫേക്ക് അക്കൗണ്ടുകളും നമ്മുടെ ഫേസ്ബുക്കിൽ ഇന്ന് വരാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരാളുടെ ഇതയച്ചു. കാരണം പുള്ളി മാന്യനായ ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നു. കാരണം അതിനു മുമ്പ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഭയങ്കര ഡീസൻസി ആയിട്ട് സംസാരിച്ചാണ് പുള്ളി ഈ ഒരു പ്രവൃത്തി എനിക്ക് പിന്നെ ഒരു മെസ്സേജ് ഇട്ടത്. അതെനിക്ക് ഒത്തിരി വിഷമം തന്നു. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിയല്ല. ഞാൻ ആരെയും ഒരു ചീത്തയായിട്ട് കാണുന്ന ഒരാളുമല്ല. എൻ്റെ അടുത്ത് വന്ന് മാന്യമായി സംസാരിച്ചാൽ ഞാൻ അതേ രീതിയിൽ മാന്യതയോടെ സംസാരിക്കും. ചില ആൾക്കാർ ഹായ് പോലും അടിക്കാറില്ല. കാരണം എൻ്റെ മിക്ക നിങ്ങൾക്ക് ഇൻബോക്സ് എടുത്താലും കാണാം കുറേ ആൾക്കാർ ഹായ് 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 എന്ന് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് കുറേ നാൾ കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പോലെ. ഞാൻ മെസ്സഞ്ചർ എന്ന് പറയുന്നൊരു സാധനം ഈ കുറച്ച് കാലമാണ് ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അതിനും ഞാൻ യൂസ് ചെയ്യത്തില്ലായിരുന്നു. കാരണം അത് ബോറൻ പരിപാടിയാണ്. കാരണം ചുമ്മാതിരുന്ന് ഇങ്ങനെ മെസ്സേജും ചുമ്മാ ആൾക്കാരിങ്ങനെ കോളും ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ഒരു സ്ത്രീയുടെ പ്രൊഫൈൽ സിംഗിളെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആൾക്കാരും പിന്നെ അതിനകത്ത് കുത്തിയിരുന്നതിനെ വിളി തുടങ്ങും. പിന്നെ ഞാനിപ്പോൾ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ശല്യമേ ഇല്ല. എല്ലാ ആൾക്കാരും ഇപ്പം നല്ലതായിട്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് എൻ്റെ ഫേസ്ബുക്കിൽ ഇരിക്കുന്നത്. പക്ഷേ എല്ലാവരും നല്ല കേട്ടോ. ചില ബന്ധങ്ങളുണ്ട് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അവരൊക്കെ നല്ല മനുഷ്യരാണ്. കാരണം വർഷങ്ങളായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ടായിട്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. സീരിയസ്ലി പറയാം, ഞാൻ ബന്ധങ്ങൾക്ക് ഭയങ്കര വാല്യൂ കൊടുക്കും. പക്ഷേ അത് നമ്മളെ ഒരാൾ യൂസ് ചെയ്യാൻ വരുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ ഒരിക്കലും ആവരുത്. കാരണം നമ്മൾ എത്രത്തോളം പവിത്രമാണ് അവർ ആ ബന്ധത്തെ നമ്മൾ കാണുന്നു, അതുപോലെ തിരിച്ചും കാണണമെന്നൊരാഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു രീതി ആൾക്കാരുടെ സംസാരിക്കുക പോലും ചെയ്യത്തുള്ളൂ. ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല. മൈൻഡ് ഇനി എത്ര ഹായ് അടിച്ചാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാരണം അങ്ങനെയാണ് പല കാരണങ്ങളും. പിന്നെ മിസ്റ്റേക്ക് പറ്റിയവർക്ക് ഹായ് പോയെങ്കിലേ ഉള്ളൂ. എന്നാലും അത് ഞാൻ സോറി പറയാറുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഞാൻ അപ്പം തന്നെ സോറി പറയാറുമുണ്ട്. കാരണം ഇപ്പോൾ റീസെൻ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അതേ മുഖച്ചായ. കാരണം ആ ഫ്രണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട് ഓൾറെഡി. കാരണം എന്നിട്ട് ഞാൻ വിചാരിച്ച് പേര് രണ്ടും ഒരുപോലെ ഇരിക്കും. ഇനി ഇവരെന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഈ വ്യക്തി എനിക്ക് ഹായ് ഹായ് അടിച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന് ചോദിച്ചിങ്ങനെ അല്ലെന്ന് പറഞ്ഞു. അന്നേരം അയ്യോ സോറി ഞാൻ പറയാം, ഞാനങ്ങോട്ട് മറുപടി കൊടുത്തതിന് ഞാൻ സോറി പറഞ്ഞു. കാരണം നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. കാരണം ആൾ മാറി മെസ്സേജ് അയച്ചതാണ്. അന്നേരം ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ എന്നിട്ട് അവരുടെ ഫോട്ടോയും ഞാൻ അയച്ചു കൊടുത്തത് ഈ വ്യക്തിയാണെന്ന് പറഞ്ഞു. എനിക്ക് അതുപോലെ ഫീലായി. ഒരേപോലെ അന്നേരം അവരും പറഞ്ഞു ഞങ്ങൾ രണ്ടും ഒരുപോലെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയതെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് സംസാരിച്ച് ഞാനും നല്ല രീതിയിൽ സംസാരിച്ച് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ നല്ല രീതിയിലാണ് ഇന്നും ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ലാതെ. അപ്പം ഞാൻ പറയുകയാണ്, നമുക്ക് സോഷ്യൽ മീഡിയ നല്ലത് തന്നെയാണ്. അത് നമ്മൾ വേണ്ട വിധത്തിൽ യൂസ് ചെയ്താൽ. അതുപോലെ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൊണ്ടോ യാതൊരു കുഴപ്പമില്ല. പക്ഷെ മാന്യം മര്യാദ ആൾക്കാർ ചെയ്യുക, അല്ലാതെ അത് മോശപ്പെട്ട രീതിയിൽ യൂസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളെല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ നമ്മളാണ് ആരെയും കാണാത്തത്. നാളെ നമ്മളൊരു പുറത്ത് വെച്ച ഒരാൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇത് സൈന്ധവ്യ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വന്ന് നമ്മൾ സംസാരിക്കാൻ അവർക്ക് തോന്നണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വം കൊണ്ടേ ഒരു വ്യക്തിക്ക് നമ്മളോട് സംസാരിക്കാൻ തോന്നത്തുള്ളൂ. അല്ല നമ്മൾ മോശമായി വന്നിരുന്നത് ഡെയിലി സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വള്ളി കേസ് ചുമ്മാ വായിട്ട് അരയ്ക്കുന്ന ഇങ്ങനെ യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് നിന്ന് അവർ മാറിപ്പോവും, കണ്ടാലും കാണാത്ത രീതിയിൽ പോകും. പക്ഷെ അതൊന്നും ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എനിക്ക് വിഷമമാണ്. കാരണം എന്നെ ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ആരോ ഇവിടെ വെച്ചിട്ട് കൊടുങ്ങല്ലൂർ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. പക്ഷേ എന്നെ ആ വ്യക്തി എൻ്റെ അടുത്തൊന്നും മിണ്ടിയില്ല, ഞാൻ അറിഞ്ഞതുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മളറിയാവുന്ന ഒരാളല്ലേ നമ്മളടുത്ത് വന്ന് മിണ്ടാതെ പോയി, എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷേ എൻ്റെ അടുത്തൊന്നും ഒരു മിസ്റ്റേക്കും ഇല്ലയെന്നാണ് എൻ്റെ ഇന്ന് വരെയുള്ള വിശ്വാസം. നിങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യാറുമില്ല. എൻ്റെ കാര്യങ്ങളും മാത്രമേ നിങ്ങളോട് ഷെയർ. പിന്നെ ചില ആൾക്കാരുടെ അത് നമ്മൾ സോഷ്യൽ മീഡിയ ആണ്, നമ്മൾ സംസാരിച്ച് പോകും എന്നുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കാറുണ്ട്. അതിലൊരിക്കലും ആൾക്കാർ എന്നെ തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. കാരണം മനുഷ്യർ പല രീതിയിൽ പല വിധമാണ്. ചില ആൾക്കാർ നമുക്ക് മനസ്സോട് തോന്നുക ഇവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാലോ എന്ന്. അങ്ങനെ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മാത്രമല്ല, അല്ലാതെ ഇതിൽ വേറെ ഒരു ഉദ്ദേശവും വെച്ചിട്ടല്ല. പിന്നെ ചില ആൾക്കാർ വേഷം കെട്ടിൽ കാണുമ്പോൾ ഇത് എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് സംസാരിക്കാൻ ഭയങ്കര മടിയുള്ളൊരു വ്യക്തിയായിരുന്നു, ഉള്ള സത്യം പറയാമല്ലോ. പക്ഷേ ഞാൻ ഈ സോഷ്യൽ മീഡിയ വന്ന് നിങ്ങൾ തന്ന സപ്പോർട്ടിലാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടാലും ഒരു കാരണം പ്രതികരിക്കണമെന്ന് തോന്നുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി നമുക്കൊരു ധൈര്യം കിട്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം കേൾക്കുമെന്ന് ഉറപ്പുണ്ടായത് കൊണ്ടാണ് നമുക്കൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് പ്രതികരിക്കണമെന്ന് തോന്നിയിട്ട് പ്രതികരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾക്കെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇവർ ചെയ്ത തെറ്റാണെന്ന്.
അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഒരു വ്യക്തി ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് നോക്കിയിട്ടല്ല സോഷ്യൽ മീഡിയ അഭിപ്രായം, പക്ഷെ ആ വ്യക്തി കാണിക്കുന്ന രീതികളാൽ നോക്കിയിട്ട് ഞാൻ ഒരിക്കലും അത് പ്രതികരിക്കാറുള്ളൂ. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളോട് ക്ഷമ ചോദിക്കാറുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പേടിച്ചിരുന്ന മാതിരി കാര്യങ്ങൾ നമുക്ക് ഒരു വീട്ടമ്മയ്ക്ക് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ. കാരണം അവർ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളോ എല്ലാം ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും അല്ലെന്ന് ഞാൻ പറയത്തില്ല. അത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് അത് ഒരു ഘടകം തന്നെയാണെന്ന് പറയാം. അത് ഹാപ്പിയായിട്ട് കണ്ടാൽ നമുക്ക് ഹാപ്പിയായിട്ട് തന്നെ പറയാം. ഹാപ്പിയാണ്, ഞാൻ ഇതിൽ ഹാപ്പിയാണ്. ഒരിക്കലും എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഒരിക്കലും യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാവലെന്നാണ് പ്രാർത്ഥന, സീരിയസ്ലി പറയാണ്. പിന്നെ ഞാൻ ഒരു വീഡിയോ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു 10 ടേക്കെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരിക്കലും ഈസിയാന്ന് ഞാൻ പറയില്ല, പാട് തന്നെയാണ്. ഓരോ മനുഷ്യരും ഓരോ രീതിയിലും ഇതിൻ്റെ പിന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഉള്ളിൽ അത്രയും നേരം സമയം സ്പെൻഡ് ചെയ്ത് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് തന്നെയാണ് അവരെല്ലാവരും ഇന്ന് ഒരു രീതി രക്ഷപ്പെട്ടിരിക്കുന്നത്. അതിൽ ഈസിയായിട്ട് വന്നു കയറി ആരും രക്ഷപ്പെട്ടിട്ടില്ല യൂട്യൂബിൽ. അവരത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് കണ്ടറിഞ്ഞ് തന്നെയാണ് യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യുന്നതും 10 ആൾക്കാരിൽ എത്തിക്കുന്നതും ഒക്കെ അത് കണ്ടിട്ട് തന്നെയാണ്. അതിലൊരു ബിഗ് താങ്ക്സ് തന്നെ പറയണം. നമ്മളെ ഓരോ മനുഷ്യരും നമ്മളെ കാണാനിരിക്കുന്നത്, ഇല്ലെങ്കിൽ അവർ നമ്മുടെ വീഡിയോ ഒരു 5 സെക്കൻഡിലും കാണുന്നത് അത് വലുത് തന്നെയാണ്. ഇല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കാണുന്നത് നമുക്ക് വലുത് തന്നെയാണ്. സീരിയസ്ലി പറയാം, എൻ്റെ മിക്ക വീഡിയോയിലും ഒരു 10-12 മിനിറ്റ് ഉള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാറുള്ളത്. അതെന്ന് വെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ സംസാരിച്ചിരുമ്പോൾ അങ്ങ് നീണ്ട് കാര്യങ്ങളങ്ങ് പോകും. അന്നേരം അങ്ങനെ അങ്ങ് സംസാരിച്ചിരുന്ന് പോകുന്നതാണ്. അത് മനഃപൂർവ്വം ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ചുരുക്കി സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നാലും ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പം അതിന് എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും ഒരു വഴിക്കോട്ടങ്ങ് പോകും. പിന്നെ എൻ്റെ കൈ പിടിച്ചാൽ കിട്ടത്തില്ല, പിന്നെ ഞാൻ സംസാരിക്കുമായിരുന്നു. പിന്നെ അല്ല എന്ത് ചെയ്യാൻ പറ്റും, നിർത്താൻ പറ്റുമോ? കാരണം എനിക്ക് നിങ്ങളാണ് ആ ധൈര്യം തന്നത്. സംസാരിക്കൂ സൈന്ധവി എന്ന് പറഞ്ഞ ധൈര്യം തന്നത് നിങ്ങളാണ്. അപ്പം ഞാൻ അതിലെ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. കാരണം എനിക്ക് സംസാരിക്കാനുള്ളതും എനിക്ക് പ്രതികരിക്കാനുള്ളതും തീർച്ചയായിട്ടും ഞാൻ വന്ന് ഇതിൻ്റെ മുമ്പിലിരുന്ന് സംസാരിച്ചിരിക്കും. കാരണം എല്ലാവരും എന്തായി പിന്നെ അല്ല നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്? നമുക്ക് പറയാനുള്ളത് ധൈര്യമായിട്ട് അങ്ങ് പറയാം. ആരെയും പേടിക്കണ്ട. എന്തെങ്കിലും ഉണ്ടോ? 100 മനുഷ്യരൊന്നും നമുക്ക് ചുറ്റിലും നിങ്ങളിങ്ങനെ ഇരിക്കുന്നവരേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഒരു ഷൂട്ട് നടക്കുന്ന മാതിരി ഒന്നുമില്ല. നമ്മൾ തന്നെയാണ് ഡയറക്ഷനും എല്ലാം, സ്ക്രിപ്റ്റും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. എഡിറ്റിങ്ങും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ ഇത് സംസാരിക്കുന്നതിന് എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. അതിനെ വീട്ടമ്മമാർക്കാണെങ്കിലും ഇതൊക്കെ ഒന്ന് നോക്കാം. കാരണം അവരെ കുക്കിംഗ് വീഡിയോ അവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിവ് എന്നെക്കാട്ടി നല്ല രീതിയിൽ, എനിക്കൊന്നും കഴിവേ ഇല്ല സംസാരിക്കാൻ. എന്നെക്കാട്ടി എത്ര നല്ല രീതിയിൽ 5 ഡയലോഗുകൾ സംസാരിക്കാൻ എത്ര സ്ത്രീകളുടെ ഇൻ്റർവ്യൂ ഞാൻ കാണുന്നുണ്ട്, ഓരോ ചാനലിൽ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. ഞാൻ എന്നിട്ടും എൻ്റെ ചാനൽ കൂടെ പല ആൾക്കാരുടെ ചാനൽ ഞാൻ ഇരുന്ന് കാണാറുണ്ട്. കാരണം നമുക്ക് ഓരോരുത്തരിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവുകളാണ്. പണ്ട് ഞാൻ അങ്ങനെയൊന്നും കാണില്ല, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഞാനൊരു യൂട്യൂബിലാണെങ്കിലും മിനിമം ഒരു ഡെയിലി ഒരു 10-15 പേരുടെ ഇതെങ്കിലും ഞാൻ കാണാറുണ്ട്. അത് കാണുന്നില്ല, അത് ചിലപ്പം അത് നമുക്ക് അതിലെന്തെങ്കിലും ഒരു ഗുണം നമുക്ക് കിട്ടും. കാരണം നമുക്ക് സംസാരിക്കാൻ എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, നമ്മൾ ഏത് രീതിയിലാണ് ഇരിക്കേണ്ടതെന്നും എല്ലാം കുറേ കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് ആൾക്കാർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇനി സാരിയോട് തുടങ്ങി വേണമെന്ന് വിചാരിക്കരുത്. സാരി എനിക്ക് ഭയങ്കര ഇഷ്ടം കൊടുക്കുന്നത്. ഞാനൊന്ന് പുറത്ത് പോകണമായിരുന്നു, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് സാരിയൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സാരിയുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ ചെയ്യാം. പിന്നെ അതിന് മൂക്കുത്തിയുടെ കളക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അധികം മൂക്കുത്തി ഉള്ള കളക്ഷൻ എല്ലാം കാണിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്തായിരിക്കും. അതിൽ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ എനിക്ക് കഴിയുന്ന അത്രയും നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാണെങ്കിൽ യൂസ് ചെയ്യുക. അതിലൊരു തെറ്റുമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത്, പക്ഷേ 18 വയസ്സിന് കീഴ്പ്പെടുള്ള കുട്ടികൾ യൂസ് ചെയ്യേണ്ട എന്ന് തന്നെ ഞാൻ പറയും. കാരണം അത് പഠിക്കുന്ന കാലമാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു അടിത്തറ വീഴുന്ന സമയമാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൊണ്ടിരുന്ന് അവരുടെ ജീവിതം കുട്ടിച്ചോറാവും. അതുകൊണ്ട് ഒരിക്കലും ഈ 18 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ യൂസ് ചെയ്യും. അത് ഒരു തെറ്റുമില്ല, ഒരു കാര്യങ്ങളുമില്ല. പിന്നെ ഈ ചില ബാങ്കുകളിലൊന്നും ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ചില ഓഫീസ് സ്ഥലങ്ങളിലൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാമെന്ന് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നോ അതുപോലെ നിങ്ങൾ ചെയ്യുക. പാട്ട് പാടണോ, ഡാൻസ് ചെയ്യണോ, ഇല്ലെങ്കിൽ വയലിൻ വായിക്കണോ, വീണ വായിക്കണോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ചെയ്യുക. നിങ്ങളെ കാണാൻ 10 ആൾക്കാർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അത് 100% ഷുഗറാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ആരും ഇല്ലെന്ന്, പക്ഷെ നമ്മുടെ ചുറ്റും ഒരു 10 പേരെങ്കിലും നമ്മളെ കാണുന്ന ആൾക്കാർ, നമ്മളെ കണ്ടില്ലെങ്കിൽ എന്താണ്
അല്ലെങ്കിൽ സൈന്ധവി ഇല്ലാത്തതെന്ന് ചോദിക്കാൻ 10 പേര് നമുക്കൊപ്പം ഉണ്ടാവുമെന്ന് 100% ഉറപ്പാണ്. അത് നല്ല മനുഷ്യർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ആൾക്കാരെ ചൂസ് ചെയ്യുക, നല്ല രീതിയിൽ സംസാരിക്കുക, പിന്നെ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഒരു പ്ലാറ്റ്ഫോം ആവാൻ പല രീതിയിലുള്ള മനുഷ്യർ നമ്മുടെ അടുത്ത് വരും, പക്ഷേ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മൾ വിശ്വസിക്കേണ്ടവരെ മാത്രം വിശ്വസിക്കുക, നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക. അതും കൂടെ ഇതിലൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റ.